നമുക്ക് ബീഫ് ഡ്രൈ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്, റോസ്റ്റ് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചേരുവകൾ: കുരുമുളക് പൊടിച്ചത്, ഇഞ്ചി ചീവിയത്. അതാകുമ്പോൾ എല്ലാവരും കഴിക്കും. അരിഞ്ഞിടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചീവിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇഞ്ചി കഴിക്കും. ഗരം മസാല, പച്ചമുളക്, സവാള അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, വേപ്പില, ഉപ്പ്, വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി ചേർത്ത് വെളിച്ചെണ്ണയും ഇട്ട് ഇതെല്ലാം നന്നായി ചേർത്ത് വഴറ്റുക. ഉണ്ടോ, ഇതിങ്ങനെ കിടന്ന് നന്നായി വാടണം. അതുവരെ മൂപ്പിക്കുക. കണ്ടോ, ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഇറച്ചി പുഴുങ്ങിയത് ഇടാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കണ്ടോ, ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് ചെറു തീയിൽ വെച്ച് ഡ്രൈ ആക്കി എടുക്കുക. അതിൽ വെള്ളം മുഴുവൻ വറ്റി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ചെറിയ തീയിലിരുന്ന് അങ്ങനെ ആവട്ടെ. കണ്ടു, ബീഫ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ മുരിയിക്കേണ്ടവർക്ക് അതുപോലെ മുരിയിക്കാം. ആ സവാളയിൽ കിടന്ന് ഇങ്ങനെ ഇട്ടറിയാകുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് മസാലപ്പൊടി ഒന്ന് തൂക്കി അടുപ്പത്ത് നിന്ന് ഇറക്കാം. കണ്ടോ, മസാലപ്പൊടി ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം.